പിസ്താഷ്യൂസ്. പിസ്ത കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ ഇന്നീ ലോകത്ത് ആരാണുള്ളത്? ഒരു പിസ്ത, അതും സാൾട്ടഡ് പിസ്ത, ഒന്ന് കഴിച്ചാൽ പിന്നെ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടേയിരിക്കും. പിസ്ത മാത്രമല്ല, മിക്ക നട്ട്സും ഒന്ന് കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും നമുക്ക്, അല്ലെ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നട്ട്സ് ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യുക. സോ ടുഡേ, ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നട്ട്സുകളിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് നട്ട്സ് ആയ പിസ്ത കഴിച്ചാൽ ഉണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങളെ പറ്റിയിട്ടാണ്. ഹെൽത്ത് ബെനിഫിറ്റ്സ് ഓഫ് ഈറ്റിംഗ് പിസ്ത. 1 കിലോഗ്രാം പിസ്തയ്ക്ക് മാർക്കറ്റിൽ എന്താണ് വില? പിസ്തയിൽ തന്നെ വിവിധ ഇനം പിസ്തകളുണ്ട്, അതുകൊണ്ട് തന്നെ വിലയിലും വ്യത്യാസം വരാം. എന്നിരുന്നാലും ആവറേജായി 1000 എബോ ആണ്. നാമൊക്കെ പിസ്ത കഴിക്കുന്നത് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്, അല്ലെ? എന്നാൽ നിങ്ങൾ ആരെങ്കിലും പിസ്തയിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് അതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് കഴിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ മിക്ക ന്യൂട്രിയൻസും ഈ പിസ്തയിൽ അടങ്ങിയിട്ടുണ്ട്. ഹെൽത്തി ഫാറ്റിന്റെയും പ്രോട്ടീന്റെയും ഒരു ഗുഡ് സോഴ്സ് ആണ് ഈ പിസ്ത. അതുപോലെ തന്നെ ആന്റി ഓക്സിഡൻസ് കൊണ്ട് സമ്പുഷ്ടമാണ് ഈ പിസ്ത. ഇത്തരത്തിൽ ന്യൂട്രിയൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ ഹാർട്ട് ഹെൽത്തിനെയും അതുപോലെ ഗട്ടിന്റെ ഹെൽത്തിനെയും ഇംപ്രൂവ് ചെയ്യും. നിങ്ങളുടെ ബ്ലഡ് ഷുഗറിനെ കൺട്രോൾ ചെയ്യും. അതിലുപരി വെയിറ്റ് ലോസിനെ സപ്പോർട്ടും ചെയ്യും. ഒരു വെർസറ്റൈൽ നട്ടാണ് ഈ പിസ്ത. നമ്മുടെ ഡിഷസിലും അതുപോലെ ഡെസേർട്സിലും ഐസ്ക്രീംസിലൊക്കെ നമ്മൾ ഇത് ആഡ് ചെയ്യാറുണ്ട്. ഈ പിസ്ത മനുഷ്യർ കഴിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായെന്ന് അറിയാമോ നിങ്ങൾക്ക്? 100 വർഷം, 1000 വർഷം, 10,000 വർഷം? അല്ല, 3 ലക്ഷം വർഷങ്ങൾക്ക് മുൻപേ തന്നെ മനുഷ്യർ ഇത് ഭക്ഷിച്ചിരുന്നു എന്നതിനുള്ള എവിഡൻസ് ഇന്ന് നിലവിലുണ്ട് എന്നാണ് പറയുന്നത്. പിസ്തയിൽ ന്യൂട്രിയൻസ് ഒരുപാട് അടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇനി അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1 ഔൺസ്, അതായത് 28 ഗ്രാം, ഏകദേശം 45 to 50 പിസ്താഷ്യൂസിൽ നിന്ന് കിട്ടുന്ന കാലറി 159 ആണ്. കാർബോഹൈഡ്രേറ്റ് 8 ഗ്രാമും ഫൈബർ 3 ഗ്രാമും അതുപോലെ പ്രോട്ടീൻ 6 ഗ്രാമും ഫാറ്റ് 13 ഗ്രാമും പൊട്ടാസ്യം 6% ഓഫ് ഡെയിലി വാല്യൂ. ഡെയിലി നിങ്ങൾക്ക് ആവശ്യമുള്ള പൊട്ടാസ്യത്തിന്റെ 6% ഈ 1 ഔൺസ് പിസ്തയിൽ നിന്ന് ലഭിക്കുമെന്ന്. അതുപോലെ ഫോസ്ഫറസ് 11% ഓഫ് DV, വൈറ്റമിൻ B6 28% ഓഫ് DV, തയാമിൻ 21% ഓഫ് DV, കോപ്പർ 41% ഓഫ് DV. നോക്കണം, 41% ഓഫ് ഡെയിലി വാല്യൂ. ഒരു ദിവസം നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ കോപ്പറിന്റെ ഏകദേശം 41% ഈ ജസ്റ്റ് 1 ഔൺസ് പിസ്തയിൽ നിന്ന് ലഭിക്കുമെന്ന്. അത്തരത്തിൽ മാംഗനീസ് 15% ഓഫ് DV. ഇതിൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് വൈറ്റമിൻ B6 നല്ലൊരു അളവിൽ പിസ്തയിൽ അടങ്ങിയിട്ടുണ്ട്, ഏകദേശം 28% ഓഫ് DV. ഒരു ദിവസം നിങ്ങൾക്ക് ആവശ്യമുള്ള വൈറ്റമിൻ B6ന്റെ 28% ജസ്റ്റ് 1 ഔൺസ് ഓഫ് പിസ്തയിൽ നിന്ന് ലഭിക്കുമെന്ന്. ഈ വൈറ്റമിൻ B6 നമ്മുടെ ശരീരത്തിന് എന്തുകൊണ്ട് ആവശ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റുക, ഇത് ബ്ലഡ് ഷുഗറിനെ റെഗുലേറ്റ് ചെയ്യും, അതുപോലെ ഹീമോഗ്ലോബിന്റെ പ്രൊഡക്ഷനെ സഹായിക്കും. ഈ ഹീമോഗ്ലോബിൻ ഉണ്ടെങ്കിലേ RBC റെഡ് ബ്ലഡ് സെൽസുകൾക്ക് ഓക്സിജൻ ക്യാരി ചെയ്യാനും അതുവഴി ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കാനും സാധിക്കുകയുള്ളൂ. ഇനി ഇതിലടങ്ങിയ പൊട്ടാസ്യത്തിനെ പറ്റി പറയാം. പൊട്ടാസ്യം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് പഴമാണല്ലേ? ഒരു ഹാഫ് പോർഷൻ പഴം കഴിക്കുന്നതിൽ നിന്ന് ലഭിക്കുന്ന പൊട്ടാസ്യത്തിനേക്കാൾ കൂടുതൽ പൊട്ടാസ്യം ജസ്റ്റ് 1 ഔൺസ് പിസ്ത കഴിക്കുന്നതിലൂടെ ശരീരത്തിലേക്ക് എത്തും. ആന്റി ഓക്സിഡൻസിന്റെ ഒരു കലവറയാണ് ഈ പിസ്ത എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മറ്റ് സീഡ്സും നട്ട്സുമായി കമ്പയർ ചെയ്യുമ്പോൾ പിസ്തയിൽ നിന്ന് കിട്ടുന്ന ആന്റി ഓക്സിഡൻസിന്റെ അളവ് വളരെ വലുതാണ്. ഇനി എന്തൊക്കെ ആന്റി ഓക്സിഡൻസ് ആണ് ഈ പിസ്തയിൽ അടങ്ങിയിരിക്കുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ലൂട്ടീൻ ആൻഡ് സീസാന്തിൻ, ഈ 2 ആന്റി ഓക്സിഡൻസും കണ്ണുകളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ബ്ലൂ ലൈറ്റിൽ നിന്ന് കണ്ണുകളെ സംരക്ഷിക്കും. അതുപോലെ പ്രായമേറും തോറും കണ്ണുകളെ ബാധിക്കുന്ന ഒരു രോഗമായ ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷനിൽ നിന്ന് കണ്ണുകളെ സംരക്ഷിക്കും ഈ ആന്റി ഓക്സിഡൻസ് പിസ്ത കഴിക്കുന്നതിലൂടെ. പിസ്തയിൽ അടങ്ങിയിരിക്കുന്ന മറ്റ് 2 കാറ്റഗറി ഓഫ് ആന്റി ഓക്സിഡൻസ് ആണ് പോളിഫിനോൾസ് ആൻഡ് ടോക്കോഫെറോൾസ്. ഇവ രണ്ടും നമുക്ക് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയിൽ നിന്നും അതുപോലെ ഹാർട്ട് ഡിസീസിൽ നിന്നും നമ്മളെ സംരക്ഷിക്കും. ഇതിലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പിസ്താഷ്യൂസിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡൻസ് ഹൈലി ബയോ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഡൈജഷന്റെ സമയത്ത് ഈ ആന്റി ഓക്സിഡൻസിൽ നല്ലൊരു ശതമാനവും ബോഡി അബ്സോർബ് ചെയ്തെടുക്കും. ഇനി ഈ പിസ്ത വെയിറ്റ് ലോസിന് നമ്മളെ എങ്ങനെ സഹായിക്കുമെന്ന് നോക്കാം. നോട്ട് ഓൺലി പിസ്ത, ഓൾ നട്ട്സ് ആർ വെയിറ്റ് ലോസ് ഫ്രണ്ട്ലി ഫുഡ്സ്. പിസ്തയിൽ അടങ്ങിയിരിക്കുന്ന ഫൈബറും അതുപോലെ പ്രോട്ടീൻസുമാണ് നമ്മുടെ വെയിറ്റ് ലോസിന് സഹായിക്കുന്നത്. ഇവ രണ്ടും നമുക്ക് വയറ് ഫുള്ളായ ഒരു ഫീൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആഹാരം വാരി വലിച്ച് കഴിക്കുന്നതിൽ നിന്നും നമ്മെ ഇത് പിന്തിരിപ്പിക്കും. പിസ്തയിൽ തന്നെ ഇൻഷെൽ പിസ്താഷ്യൂസ് ആണ് വളരെ നല്ലത്, അതായത് തോടോട് കൂടിയ പിസ്തയാണ് വളരെ നല്ലത് ഫോർ മൈൻഡ്ഫുൾ ഈറ്റിംഗ്. പിസ്ത തോടോട് കൂടി കഴിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, മറിച്ച് തോടുള്ള പിസ്തയിലെ തോട് മാറ്റാൻ സമയമെടുക്കും. ഇത് കഴിക്കുന്നതിന്റെ റേറ്റ് കുറയ്ക്കും, വേഗത കുറയ്ക്കും. നിങ്ങൾ തന്നെ സ്വയമേ ചിന്തിച്ചാൽ മനസ്സിലാകും തോടുള്ള പിസ്ത നമ്മൾ കഴിക്കും.
ഒരു പിസ്തയിലെ തോട് മാറ്റി ആ പിസ്ത വായിലിട്ട് ചവയ്ക്കുന്നു. അടുത്ത പിസ്തയിലെ തോട് മാറ്റുന്ന അത്രയും സമയം കിട്ടും നമ്മൾ ആദ്യം കഴിച്ച പിസ്തേനെ ചവയ്ക്കാൻ, അതായത് ഡൈജഷന് വേണ്ടിയിട്ട്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കഴിക്കുന്നതിന് വേഗതയും കുറയും, ഡൈജഷനും നടക്കും, അബ്സോർപ്ഷനും കൂടുതൽ നടക്കും. നോട്ട് ഓൺലി ദിസ്, മാറ്റിവെച്ച തോടുകൾ മേശപ്പുറത്ത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ധാരണ ഉണ്ടാകും നമ്മൾ എത്രത്തോളം പിസ്ത കഴിച്ചു എന്ന്. കഴിഞ്ഞിട്ടില്ല, ഇനി ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് പറയാനുണ്ട്. അത് പാർട്ട് 2-ൽ പറയാം. വീഡിയോ പുറകെ വരുന്നുണ്ട്, സ്റ്റേ ട്യൂൺ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒരു ലൈക്ക് ചെയ്യുക. ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ് സർക്കിളിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഹെൽത്ത് കോൺഷ്യസ് ആയ നിങ്ങളുടെ ഫ്രണ്ടിനെ താഴെ മെൻഷൻ ചെയ്യുക.